നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അത് എല്ലാവരും ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിനൊരു പ്രധാന കാരണവുമുണ്ട്. ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്നവരെ പോലും ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും മോദി വരുതിക്ക് വരുത്താറുണ്ട്. അതുപോലെ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായി മാത്രം ലോക നേതാക്കൾക്കായി കൂടിക്കാഴ്ചകൾ നടത്താറുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലെയല്ല നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓരോ കൂടിക്കാഴ്ചയിലും ഇന്ത്യക്കുള്ളത് മോദി നേടിയെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലോക നേതാക്കളുമായി നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയും ഇത്രയേറെ പ്രാധാന്യം നേടുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു. ഇപ്പോഴിതാ ഈ സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങളും വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ മാനം നൽകിയിരിക്കുക കൂടിയാണ്. ഇരു രാജ്യങ്ങളും 6 പ്രധാന കരാറുകളിലാണ് ഒപ്പുവെച്ചതെന്നാണ് വിവരം. അടിസ്ഥാന സൗകര്യങ്ങൾ, വൈദ്യശാസ്ത്രം, സംസ്കാരം, കായികം, ഡിജിറ്റൽ സഹകരണം തുടങ്ങിയ നിരവധി മേഖലകളിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും വെള്ളിയാഴ്ച 6 ഉഭയകക്ഷി കരാറുകളിലാണ് ഒപ്പുവെച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ, വൈദ്യശാസ്ത്രം, സംസ്കാരം, കായികം, ഡിജിറ്റൽ സഹകരണം തുടങ്ങിയ നിരവധി മേഖലകളിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും 6 ഉഭയകക്ഷി കരാറുകളിലാണ് ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസ്റ്റേഴ്സറും തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് ഈ കരാറുകളിൽ ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി മോദി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് ചരിത്രപരമായ സന്ദർശനമാണ് നടത്തിയത്. 1999 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്. ഇരു രാജ്യങ്ങളുടെയും പ്രത്യേക ബന്ധങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നിമിഷമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ കാലയളവിൽ നടത്തിയ പല പ്രധാന പ്രഖ്യാപനങ്ങളും ഇപ്പോൾ ബന്ധങ്ങൾക്ക് പുതിയ ആക്കം നൽകിയിട്ടുണ്ട്. അതേസമയം ധനമന്ത്രി മോദിയുടെ ട്രിനിഡാഡ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ ഊർജ്ജസ്വലത നൽകി. ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ക്രിസ്റ്റർ കാർല കംഗലുവിനെയും കാണുകയും പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ലഭിച്ചതിന് അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധത്തിൽ സ്വാഭാവിക ഊഷ്മളത ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിടയിൽ അദ്ദേഹം ട്രിനിഡാഡ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. അതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സാംസ്കാരിക, ക്രിക്കറ്റ് ബന്ധങ്ങൾക്ക് അദ്ദേഹം അടിവരയിട്ടു. രാഷ്ട്രീയം, ബിസിനസ്, സാഹിത്യം, കായികം, സംഗീതം എന്നിവയിൽ ഇന്ത്യൻ വംശജരായ ആളുകൾ നൽകിയ സംഭാവനകളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ഒരു ഇരട്ട ദ്വീപ് രാഷ്ട്രമാണ്. ട്രിനിഡാഡ്, ടൊബാഗോ എന്നീ 2 പ്രധാന ദ്വീപുകളും നിരവധി ചെറിയ ദ്വീപുകളും ഉൾക്കൊള്ളുന്നതാണ് ഇടം. മനോഹരമായ ബീച്ചുകളും പച്ചപ്പ് നിറഞ്ഞ മഴക്കാടുകളും നിറഞ്ഞ ഈ കരീബിയൻ രാജ്യം വെസ്റ്റ് ഇൻഡീസിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഈ ഉഷ്ണമേഖല രാജ്യം അതിന്റെ വലിയ സംസ്കാരവും വൈവിധ്യമാർന്ന വന്യജീവികളും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.